വയനാട്ടിൽ ഒരു കൂട്ടം വനിതകളൊരുക്കുന്ന ഒരു അത്ഭുത ലോകമാണിത്. ഇതിൻ്റെ പേര് ഭവം എന്നാണ്. ഭവം എന്ന പേര് കണ്ടപ്പോഴാണ് ഇത് സൂര്യ നേതൃത്വം നൽകുന്ന സ്ഥാപനമാണല്ലോ എന്ന കാര്യം ഓർമ്മയിൽ വന്നത്. ഞങ്ങൾ ഇവിടെ ഒന്ന് കയറാൻ തീരുമാനിച്ചു. മുട്ടിൽ നിന്ന് തൃക്കൈപ്പറ്റയിലേക്ക് പോകുന്ന റോഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. മുളയിൽ സൃഷ്ടിച്ച അതിമനോഹരമായ കലാസൃഷ്ടികൾ ഇവിടെ നിറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം മനോഹരമായ പെയിൻറ്റിങ്ങുകളും. ഇതെല്ലാം നിർമ്മിക്കുന്നത് ഒരു കൂട്ടം വനിതകളാണ്. പഞ്ചവർണ്ണ എന്ന ഒരു കുടുംബശ്രീ യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 20ഓളം പേരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചിത്രകല, കരകൗശല രംഗത്ത് 20 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഭവം. ഇതിന് നേതൃത്വം നൽകുന്നത് സൂര്യയുടെ ജീവിത പങ്കാളിയായിട്ടുള്ള സുജിത്തുമാണ്. ഇവർക്കൊരു മകളുണ്ട്, താമര. നല്ല നർത്തകിയാണ്. സംഗീതത്തിലും പ്രാഗൽഭ്യമുള്ള കുട്ടിയാണ് താമര. ശരിക്കും അനുഗ്രഹീതമായ ഒരു കുടുംബം. 20ഓളം ക്രാഫ്റ്റ്മാൻമാരും ആർട്ടിസ്റ്റുകളും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചിത്രകലയും ക്രാഫ്റ്റും കാണാനും വാങ്ങാനും താല്പര്യമുള്ള, ഇഷ്ടമുള്ള നിരവധി പേരാണ് ഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 12ഓളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഓർഗനൈസേഷനിൽ ഭവത്തിന് മെമ്പർഷിപ്പുണ്ട്. ബാംഗ്ലൂർ, ഹൈദരാബാദ് ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിൽ നടക്കുന്ന എക്സിബിഷനുകളിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അവിടെ നിറസാന്നിധ്യമാണ് ഭവം. നിരവധി കരകൗശല വസ്തുക്കളും ചിത്രങ്ങളും എക്സിബിഷനിൽ വിറ്റുപോകുന്നു. പരമ്പരാഗത ചിത്രകലയായ ചുവർ ചിത്രകല, മുള ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുക, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ ചിത്രകലാ രീതിയെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. ക്രാഫ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ, കുടുംബശ്രീ, കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, സർക്കാർ ഇതര ഏജൻസികൾ, ബാംബു മിഷൻ, ഇങ്ങനെ നിരവധി ഏജൻസികൾ ഭവവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ആർട്ട് പ്രോജക്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വർക്ക്. ഇതാണ് സൂര്യയും സുജിത്തും അവരുടെ മകൾ താമരയും. മുള കൊണ്ട് തീർത്ത അത്ഭുത വസ്തുക്കളാണ് ഇവയെല്ലാം തന്നെ. എന്തൊരു ഭംഗിയാണ്. പോളിഷ് എത്ര പണിക്കാരുണ്ട് ഇവിടെ മൊത്തം? ഇവിടെ 12 പേരുണ്ട്. പിന്നെ വീട്ടിലുണ്ട്, അവിടെയുണ്ട്. സൂര്യയുടെ അവിടെ
മോളിൽ പോയില്ല. ആ പോയി പോയി പോയി. അതൊക്കെ മുള. മുള അല്ലേ? മുള കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുന്നല്ലേ? ഇത് എവിടുന്നെങ്കിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവരായിരിക്കും അല്ലേ? അത് അവിടെ നിന്നായിരിക്കും. വീട്ടിൽ നിന്ന് അവിടെ ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇത്. വർക്ക്ഷോപ്പിലെ ദൃശ്യങ്ങളാണിത്. ചിത്രങ്ങൾക്ക് നിറം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യമുള്ള എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ കണ്ടെത്താനും അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനും കഴിഞ്ഞാൽ ചിറക് വിടർത്തി അവരും പറക്കും. ഇത് സൂര്യഭവൻ അവിടെ ഉള്ളതാ? അക്ക ഭവൻ തന്നെ? ഭവൻ തന്നെ അല്ലേ? കുടുംബശ്രീയുടെ സഹായം കിട്ടിയിട്ടാണ്. കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് ഉണ്ട് ഇവിടെ, പഞ്ചവർണ്ണ എന്ന് പറഞ്ഞിട്ട്. പഞ്ചവർണ്ണ. പിന്നെ സെപ്പറേറ്റ് ഭവൻ. ശരി ശരി. പിന്നെ കുടുംബശ്രീയിൽ നിന്ന് സാമ്പത്തിക ഹെൽപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? സഹായം കിട്ടിയതാണല്ലേ? ഇതെന്താ ഈ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ ഇത് നമ്മൾ ഓർഡർ ഉണ്ടാവാറുണ്ട്. പിന്നെ എക്സിബിഷനും ഉണ്ട്. ഇവർക്കോ എന്താ, ഈ വരയ്ക്കുന്നവർക്ക് എല്ലാവർക്കും സാലറി ഉണ്ട്. പ്രകൃതിയാൽ ഏറെ അനുഗ്രഹീതമായ സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഒരു കൊച്ചരുവി ഈ സ്ഥാപനത്തെ തൊട്ട് തലോടിക്കൊണ്ട് ഒഴുകുന്നുണ്ട്. അതിൻ്റെ കിലുകിലു ശബ്ദം നമുക്ക് കേൾക്കാം. ഈ പ്രകൃതിയും അരുവിയുമൊക്കെ കണ്ട് ഏറെ നേരം ഇരിക്കാൻ കൊതി തോന്നിപ്പോവും.